ഈമാനിന്റെ മധുരവും ഇബാദത്തിന്റെ ആനന്ദവും അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സമാധാനവും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമെന്നാണ്. ഒരാളിന്റെ നിസ്കാരത്തിന്റെ അനുഭവമായിരിക്കില്ല തൊട്ടടുത്ത് നിസ്കരിക്കുക. നമ്മുടെ നിസ്കരിക്കുമ്പോൾ എന്തോ ആനന്ദത്തിലായിരിക്കും, വല്ലാത്ത ആനന്ദം. ഒരുപക്ഷെ ആലോചിക്കും മൂല്യം എപ്പോഴാണ് നിസ്കാരം നിർത്തുക എന്നായിരിക്കും. ചിലപ്പോ എപ്പോഴായിരിക്കും ഒരു സലാം വീട്ടിൽ വെക്കുന്നുണ്ടല്ലോ, തൊട്ടരികത്തിരിക്കുന്ന ആളത് അവസാനിക്കല്ലേ, സലാം വീട്ടല്ലേ എന്ന് കൊതിക്കുന്നുണ്ടാവും. ഈമാനിന്റെ മധുരം തതഫാവത്ത്, അതിന് ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ്. ഒരുപോലെ പക്ഷേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും വലുത്, ഏറ്റവും അത്യാവശ്യമായത് മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയും. സ്ട്രൈവിംഗ് ടു യുവർസെൽഫ്. നമ്മൾ നമ്മെ തന്നെ പരിശീലിപ്പിച്ചെടുക്കുക എന്നത്, നമ്മൾ നമ്മെ തന്നെ കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് നമ്മുടെ നഫ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഇപ്പോ ഒരു 65-75 കിലോ തൂക്കം വേണ്ട ഒരാൾ 100 കിലോ ഉണ്ടെങ്കിൽ അയാളത് കഠിനാധ്വാനം ചെയ്ത വെയിറ്റ് ലോസ് ചെയ്തിട്ട് കട്ട് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും, ഒരു 5-6 മാസത്തിനുള്ളിൽ അയാൾ എന്തിലേക്കും അദ്ദേഹത്തിന്റെ ആ ഒരു വെയിറ്റ് എത്രയാണ് ഡോക്ടർ പറഞ്ഞത് അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഡേഞ്ചറാ, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ ഇന്നർ ഓർഗാൻസിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചെന്ന് പറയുമ്പോ നമ്മളത് കഠിനാധ്വാനം ചെയ്തിട്ട് ബിരിയാണി അവിടെ നിൽക്കുന്നുണ്ട്, എനിക്ക് വേണ്ടേ സാമ്പാറും ചോറും എന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ട്? ഞാൻ എന്നെ തന്നെ ഒന്ന് പാകപ്പെടുത്തുന്നു. എന്തിന്? എന്റെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പ്രാപിക്കാൻ. അപ്പൊ നടക്കാത്ത ആൾക്ക് നടക്കാൻ തുടങ്ങുന്നു, ഓടാത്തവർ ഓടാൻ തുടങ്ങുന്നു, ഭക്ഷണം ഒരുപാട് കഴിച്ചവർ അത് കുറച്ചു കളയുന്നു. ഇങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഭൗതികമായ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നുണ്ട് അല്ലെ? വലിയ പ്രയാസം തോന്നാറുണ്ടോ? എന്നതുപോലെ ഈമാനികമായ ആവശ്യങ്ങൾ തന്നെയാണ്. നമ്മൾ അങ്ങനെ ഒരു പാട്ടോ മ്യൂസിക്കോ മറ്റു കാര്യങ്ങളോ, നമുക്ക് പാടില്ലാത്ത സംഗതികൾ, അനാവശ്യങ്ങളായ കാര്യങ്ങൾ, മാനങ്ങൾ തുടങ്ങി നമ്മുടെ നഫ്സിനത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, അള്ളാഹുവിനത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. നമ്മൾ എങ്ങനെ നിങ്ങൾ ബിരിയാണി മട്ടണൊക്കെ ഒഴിവാക്കുന്നുണ്ടോ പച്ചക്കറിക്ക് വേണ്ടിയിട്ട്? അതുപോലെ തന്നെ ഈമാനികമായ വിഷയങ്ങൾ നമ്മൾ ആ ഒരു രീതിയിൽ സമീപിച്ചാൽ എളുപ്പമാണ്. അതിനാണ് മുജാഹദത്തുൻ നഫ്സ്. നഫ്സിനെ, നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക എന്നാണ് ഇതിനർത്ഥം. വിശുദ്ധ മനോഹരമാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, എന്റെ വിഷയത്തിൽ ആരാണോ സ്വന്തം ശരീരത്തോട് കഠിനാധ്വാനം ചെയ്തത് അവർക്ക് ലനഹ്ദിയന്നഹും സുബുലനാ, എന്റെ സന്മാർഗത്തിന്റെ വഴികൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കും. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. വല്ലദീന ജാഹദൂ ഫീനാ, എന്റെ വിഷയത്തിൽ ആരാണോ കഠിനാധ്വാനം ചെയ്യുന്നത് അവർക്ക് ഒന്ന് സ്ട്രൈവ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നത് അതങ്ങോട്ട് ഓട്ടോമാറ്റിക് അങ്ങ് വരണം, നമുക്ക് അതൊരു രസമുണ്ട്, ഓട്ടോമാറ്റിക് വരണം, ഒരു അധ്വാനവും ചെയ്യാതെ. ഇറ്റ്സ് ഇംപോസിബിൾ. അത് നടക്കാൻ പോകുന്നില്ല. നമ്മൾ അധ്വാനിച്ചാൽ തന്നെ ഭൗതികമായ വിഷയങ്ങൾ അധ്വാനിച്ചിട്ടല്ലേ കിട്ടുന്നത്. അഭൗതികമായി നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള എൻജോയ്മെന്റും അങ്ങനെ ലഭിക്കുകയുള്ളൂ. അതാണ് ഈമാനിന്റെ അത്ഭുതം, വലിയൊരു അത്ഭുതം. അതാ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശംസിൽ പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ وقد خاب من دساها ونفس وما سواها. ശരീരത്തെ തന്നെയാണ് സത്യം, മനസ്സിനെ തന്നെയാണ് സത്യം, ചിന്തകളെ തന്നെയാണ് സത്യം. വമാ സവാഹ, അത് ശരിപ്പെടുത്തിയെടുത്ത അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഓരോ ശരീരത്തിനും തിന്മയും നന്മയും ബോധോദയം നൽകിയവനെ തന്നെയാണ് സത്യം. എല്ലാവർക്കും അറിയാം തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും. അതാണ് അത്ഭുതം. ഒരു മതവിശ്വാസി അല്ലെങ്കിൽ തന്നെയും അവർക്ക് ജനറലി വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് അക്സെപ്റ്റബിൾ, വാട്ട് ഈസ് നോട്ട്, ഇത് ആളുകൾക്കറിയാം. എങ്ങനെ അറിയുന്നു? നമ്മുടെ സൃഷ്ടിപ്പിൽ അത് കിടക്കുകയാണ്. ഒരു മതവിശ്വാസിയുമല്ലാത്ത ആളുകൾ കാണും. എന്നാലും നമ്മൾ പറയില്ലേ, നമ്മുടെ കമ്പനിയിൽ ഇന്നാലിന്ന സംഗതി പാടുള്ളതല്ല. എന്ത്? നമ്മുടെ ബിക്കോസ് ഓഫ് അവർ കോമൺ ഇൻട്രസ്റ്റ്, നമ്മുടെ പൊതുവായ താല്പര്യം അതാണ്. പൊതുവായ താല്പര്യം അതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെ നിന്നാണ് ഈ പൊതു താല്പര്യം കിട്ടുന്നത്? എവിടെ നിന്ന് നിങ്ങൾക്കത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടുന്നു?
ജോലിക്ക് ഓൺ ടൈം വരണം, അല്ലെങ്കിൽ ജോലിക്ക് വന്നതിന് ശേഷം അവിടെ വഞ്ചിക്കരുത്, ചീറ്റ് ചെയ്യരുത്, നുണ പറയരുത്. ഇതുപോലെയുള്ള ക്വാളിറ്റികൾ എവിടുന്നാ നമുക്ക് കിട്ടുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആനിൽ നിന്ന് കിട്ടി, ഹദീസിൽ നിന്ന് കിട്ടി, മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയാം. ഒരു അമുസ്ലിമിന്, ഒരു അവിശ്വാസിക്ക് എവിടെ നിന്ന് കിട്ടുന്നു? കൊലപാതകം പാടില്ലെന്ന് പറയുന്നതും വ്യഭിചാരം തെറ്റാണെന്ന് പറയുന്നതും മദ്യപിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ജോലിക്ക് വരുമ്പോൾ മദ്യപിച്ചു വരുന്നത്, ഇത് പാടില്ല എന്ന് പൊതുവായൊരു ധാരണയും കാഴ്ചപ്പാടുണ്ട്. ഇതെവിടുന്ന് വന്നു? എവിടുന്നത് വന്നത്? എന്താണ് ഇതിന്റെ പ്രൂഫ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന സംഗതി, നമ്മളെല്ലാവരും ഓൾ അഗ്രി. അതാണ് ഇത് അള്ളാഹു മനുഷ്യന്റെ ബുദ്ധിയിൽ, അവന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ഒരു ആശയമാണ്. ജനറലി വാട്ട് ഈസ് അക്സെപ്റ്റബിൾ, വാട്ട് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ, അൺഅക്സെപ്റ്റബിൾ ഏതാണ് സ്വീകാര്യം, ഏതാണ് അസ്വീകാര്യം എന്നത് ജനറൽ ആയിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം എല്ലാ മനുഷ്യരുടെയും ചിന്തയിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ആ ഒരു തലത്തിൽ നിന്ന് ഈമാനിലേക്ക് ഉയരുന്നവരാണ്, ആ ഒരു ബേസിൽ നിന്ന് പരിപോഷിപ്പിച്ചു കൊണ്ടുവരേണ്ടവരാണ്. അതുകൊണ്ടാണ് മറക്കാതെ അന്യരുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് ചെറിയൊരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഡ്രസ്സില്ലാണ്ട് ഓടി നടക്കുന്ന 1 or 2 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഒരു അതിഥി വന്നാൽ അവർ ഓടും, നാണം മറക്കാൻ വേണ്ടി ഓടുന്നു. എന്തുകൊണ്ട്? ഇത് കുഞ്ഞിന്റെ മനസ്സിൽ അല്ലാഹു കൊടുത്ത ഒരു ചിന്തയാണ്. അതിനാർക്കും നിഷേധിക്കാൻ, അതില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഒരു ഗവൺമെന്റിനും കോടതിയെ സ്ഥാപിക്കാനോ ഒരു കോടതിക്കും നിയമം നടപ്പാക്കാനോ സാധിക്കില്ലായിരുന്നു. ആളുകൾ ചോദ്യം ചെയ്യില്ലേ എന്തുകൊണ്ട്? മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്ത അതാണ്. ആ സ്വാഭാവികമായ ചിന്തയെ തിന്മ കൊണ്ട് മറികടക്കുമ്പോഴാണ് ചില തിന്മകളെ ലീഗലൈസ് ചെയ്യണം എന്ന വാദം വരുന്നത്. വ്യഭിചാരം അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള വളരെ മൃഗീയമായ സ്വഭാവങ്ങളൊക്കെ രാജ്യങ്ങൾ അംഗീകരിക്കണമെന്നോ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തിന്മയിലുള്ള നിരന്തരമായ സമ്പർക്കം കൊണ്ട് അവരുടെ മനസ്സിന്റെ സ്വാഭാവികമായ തലത്തെ അവർ തിന്മ കൊണ്ട് മൂടിക്കളഞ്ഞു എന്നാണ് ഇതിനർത്ഥം. അപ്പോഴാണ് ഇത്രയും ഓഡ് ചിന്താഗതികൾ വരുന്നത്. അല്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ സ്വമേധയാ ഉള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് നന്മയും തിന്മയും അള്ളാഹു ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇരിക്കട്ടെ, ആരാണോ ഈ ശരീരത്തെ നന്മ കൊണ്ട് സംസ്കരിച്ചെടുക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു തീർച്ചയായും. മൻ, ഏതൊരുത്തൻ സക്കാഹ, ആ ശരീരത്തെ സംസ്കരിച്ചെടുത്തിട്ടുണ്ടോ. എന്താണ് ഈ സംസ്കരണം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒറ്റക്കങ്ങ് നമ്മുടെ ശരീരം അതിന്റെ പ്രകൃതിയായുള്ള രീതിയിൽ വിടുകയാണെങ്കിൽ നന്മയും തിന്മയും നമുക്ക് ബോധ്യമായിരിക്കെ തന്നെ പൈശാചികമായ ദുർബോധനങ്ങളും ശരീരത്തിന്റെ ആഗ്രഹങ്ങളും നമ്മൾ മുൻകടക്കുമ്പോൾ തിന്മയിലേക്ക് മനുഷ്യന് ഡീവിയേഷൻ വരുന്നു. തിന്മ ചെയ്യുന്നവർക്കറിയാം തിന്മയാണെന്ന്, തിന്മ ചെയ്യുന്നവർക്കറിയുന്നു അത് തിന്മയാണ്. സ്വന്തം ശരീരത്തെ സംസ്കരിക്കാത്ത ആളുകൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അവർക്കറിയാം. അതുകൊണ്ടാണ് ക്രിമിനലുകൾ അവര് they don't leave any traces of their crime. അതുകൊണ്ടാണ് പിടിക്കപ്പെടാതിരിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും അവർ ചെയ്യുന്നത്. തിന്മ പിടിക്കപ്പെടരുത്, ഒളിപ്പിച്ചു വെക്കുന്നത്. എന്തുകൊണ്ട്? ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മുങ്ങിക്കളയുന്നത്. എന്തുകൊണ്ട്? തിന്മയാണെന്ന് ഏതൊരു ക്രിമിനലിനും അറിയാം. അതെവിടുന്ന് കിട്ടിയതാ? അള്ളാഹു കൊടുത്ത ചിന്തയാണെന്നാണ്. ഏതൊരു ശരീരത്തിനും, ലെറ്റ് ബി മുസ്ലിം ഓർ നോൺ മുസ്ലിം, ഏതൊക്കെ നന്മയാണ് ഏതൊക്കെ തിന്മയാണെന്ന് ജന്മന അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ, നിസ്കരിക്കാൻ മടിയുള്ള ആളാണ്, ആ മടി അങ്ങ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കുന്നു. ഏതുപോലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഓടാൻ വേണ്ടി പറഞ്ഞു, വലിയ മടി തോന്നുന്നുണ്ട്, എന്നാലും ട്രാക്ക് സ്യൂട്ടൊക്കെ എടുത്തിട്ട് ഷൂ ഒക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യാണ്? കോർണർഷിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിലൂടെ നടക്കുന്നുണ്ട്, പാർക്കിലൂടെ ഓടുന്നുണ്ട്. എന്തിന്? മടിയാണ്. എന്നാലും പറ്റില്ലല്ലോ, അടുത്തൊരു അപ്പോയിന്റ്മെന്റ് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് കാണിച്ചു കൊടുക്കണ്ടേ? ആ ഒരു ചിന്തയിൽ മടിയെ നമ്മൾ അതിജീവിക്കുന്നില്ലേ എന്ന പോലെ രാജ്യം നിസ്കരിക്കാൻ മടി തോന്നുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ തസ്കിയത്തിന് നമ്മൾ നമ്മെ പ്രാപ്തരാക്കണം എന്നർത്ഥം. അതിനാണ് മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയാം. നമ്മളായിട്ടൊന്ന് അധ്വാനിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അല്ലാഹു സക്കാഹ, ഈ നഫ്സിനെ ആര് സംസ്കരിച്ചെടുക്കുന്നുണ്ടോ അവര് വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ഈ ശരീരത്തെ തിന്മ കൊണ്ട് ചളിയാക്കി കളയുന്നത് അവര് പരാജയപ്പെട്ടു എന്ന് സൂറത്തു ശംസിൽ അല്ലാഹു ജല്ല ജലാലു, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചു. അൽ കയ്യിസ്,
ഏറ്റവും വലിയ ബുദ്ധിമാനി മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ബുദ്ധിമാനി. തോന്നുന്നതൊക്കെ ചെയ്യുന്നവരല്ല. നമ്മൾ നമ്മുടെ നഫ്സിനെ കൺട്രോൾ ചെയ്യുന്നു. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതായത് ഞാനിപ്പോ പറയുന്നത്, ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ എന്റെ നിലപാടുകൾ എടുക്കുന്നത് എന്റെ മരണശേഷം എനിക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ, ഇത് ചിന്തിക്കുന്ന ആളാണ് ബുദ്ധിമാനി. അൽ കയ്യിസ്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആഖിൽ എന്ന അർത്ഥത്തിനാണ് കയ്യിസ് എന്ന് പറയാം. കീസ് എന്നല്ലേ, കീസ് ബാഗാണ് അല്ലേ, ഇത് കയ്യിസ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയും സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന ആൾ. കാണാൻ പാടില്ലാത്ത ഒരാളെ കാണണമെന്നോ കാണാൻ പാടില്ലാത്തത് നോക്കണമെന്നോ മനസ്സിങ്ങനെ നിരന്തരം പറയുമ്പോ ഇത് എന്റെ മരണാനന്തര ജീവിതത്തിൽ എനിക്ക് സങ്കടമുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് ഞാൻ എന്റെ നഫ്സിന്റെ ആഗ്രഹത്തെ പിടിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് കണ്ണ് ഞാൻ താഴ്ത്തിക്കളയുകയാണ്, എന്റെ കണ്ണ് ഹറാമെന്ന് ചിമ്മുകയാണ് എന്ന ഒരു തീരുമാനമെടുക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ മുജാഹദത്തുൻ നഫ്സ് എന്ന് പറയാം. നമ്മൾ നമ്മുടെ നഫ്സിനോടൊന്ന് കഠിനാധ്വാനം ചെയ്തേ പറ്റൂ. അപ്പോഴേ നമുക്ക് ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹിൽ അമാനി. അൽ ആജിസ്, ഏറ്റവും വലിയ വീക്ക്, ഏറ്റവും തളർന്ന് പരവശനായ ആളെന്ന് പറഞ്ഞ ആള് ആരാണെന്ന മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതങ്ങ് നടന്നോട്ടെ. ഇപ്പോ നിസ്കാരത്തിന്റെ സമയമാണ്, ഞാൻ ഉറങ്ങിയാൽ എന്റെ നിസ്കാരം എനിക്ക് ഖളാ ആകും എന്നവൻ അറിയാം. പക്ഷെ ഇപ്പൊ നഫ്സിന് ഇപ്പൊ ഉറങ്ങാനാ തോന്നുന്നത്, എന്നാ കിടക്കട്ടെ അങ്ങ് ഉറങ്ങിയേക്കാം. മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, സ്വന്തം ശരീരത്തിന് അതിന്റെ ആഗ്രഹം തുടർത്തിക്കളയുന്ന ആൾ, സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹം എന്തോ അതങ്ങ് നടത്തിക്കളയുന്ന ആൾ. വതമന്നാ അലല്ലാഹ്, പിന്നെ പറഞ്ഞു അള്ളാഹു അല്ലേ റഹ്മാനും റഹീമൊക്കെ അല്ലേ, അള്ളാഹ് പുറത്തു തരുമല്ലോ എന്ന് അള്ളാഹുവിനെ പറ്റി ഭയങ്കര പ്രതീക്ഷയും ഒരു പണിയും ചെയ്തിട്ടില്ല. അത് ദുന്യാവിൽ നടക്കൂലല്ലോ. നടക്കുവോ നമ്മൾ ചെയ്യേണ്ട പണി ചെയ്യാതെ? അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ നിസ്സാരന്മാരും അല്ലെങ്കിൽ അക്ഷരായ ആളുകൾ അവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ബുദ്ധിമാനികളാവാനാണ് വേണ്ടത്. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.